ഓക്കെ. ഇപ്പൊ ഗൂഗിൾ ക്ലാസ് റൂം എടുക്കുക. ഇനിയുള്ള ദിവസങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. വരുന്ന ആഴ്ചയിൽ തന്നെ നമുക്ക് തീർക്കാൻ കഴിയും. ഇതിന്റെ പ്രോജക്റ്റിന്റെ വർക്കുകളായിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഗൂഗിൾ ക്ലാസ് റൂം ക്ലാസ് റൂം ഗൂഗിൾ ക്ലാസ് റൂം എടുത്ത് ഇന്ന് ഡേ 8 ആണ് അല്ലെ? ബാച്ച് 1. ബാച്ച് 1. ഡേ 7 ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അതൊന്നും തുടങ്ങുകയാണെ. നമ്മൾ കഴിഞ്ഞ ദിവസം ടീച്ചിങ് മാനുവലുമായിട്ട് ബന്ധപ്പെട്ട വർക്കാണ് ചെയ്തത്. ഫുള്ള് ടീച്ചിങ് മാനുവൽ മാത്രമായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ ഈ ബിൽഡിംഗ് ടീച്ചിങ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പറഞ്ഞല്ലോ, പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു 5 സാധനങ്ങൾ 5 കാറ്റഗറി ആയിട്ട് തിരിച്ചു. അതിൽ ആദ്യത്തെ ടീച്ചിങ് മാനുവലാണ് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതും ഈ പ്രോംപ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത്. ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു പാഠം. ഈ പ്രോജക്റ്റ് നിങ്ങൾ എടുക്കുന്നതിന് മുന്നായിട്ട് നിങ്ങളൊരു പഠിപ്പിക്കുന്ന അടുത്ത വർഷം പഠിപ്പിക്കാൻ സാധ്യതയുള്ള ഫസ്റ്റ് യൂണിറ്റ് തന്നെ അങ്ങ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇപ്പൊ നേരത്തെ സ്കൂൾ തുറക്കുമ്പോൾ അതിലോട്ട് തന്നെ അങ്ങ് നേരെ പോകാൻ പറ്റും. ജോലി കുറഞ്ഞിരിക്കും. അപ്പോൾ ആ പാഠഭാഗത്തിന്റെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇവിടെ ചെയ്യുക. ഒന്ന് പോസ്റ്റർ തയ്യാറാക്കും. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇമേജുകളും ഫോട്ടോസ് എല്ലാ സാധനങ്ങളും അതിനകത്ത് വരാം. പഠനവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സാധനവും ഈ പോസ്റ്ററിൻ്റെ അകത്ത് വരും. സ്റ്റുഡൻസ് ലെസൺ അതിൻ്റെ നോട്ടാണ് ഉദ്ദേശിക്കുന്നത്. വർക്ക്ഷീറ്റുകൾ എല്ലാ മലയാളം, ഇംഗ്ലീഷ് എല്ലാത്തിലും വരുമല്ലോ. മാത്സിൽ വരും. ക്വസ്റ്റ്യൻസ്, ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ വെച്ച് അതിൻ്റെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. പിന്നെ ആ പാഠഭാഗത്തിൻ്റെ കുറച്ച് വീഡിയോസ് ചെയ്യാം. ഇതാണ് ഫുൾ സെറ്റ്. അതിൽ ഈ പോസ്റ്റർ എന്ന് പറയുന്ന സംഭവം ഞാനിവിടെ പ്രോംപ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ആ പോസ്റ്ററിന് വേണ്ടുന്ന സാധനം. ഒരു 10 ഇമേജ് ഐഡിയാസ് തരാനായിട്ട് പറയും. നമ്മളൊരു PDF അപ്ലോഡ് ചെയ്തിട്ട് ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഐഡിയാസ് ആരോട് തന്നെ പറയും. ഈ AI-നോട് തന്നെ പറയാണ്, ഇത് നിങ്ങൾ നോക്കി വെച്ചിട്ട് എനിക്ക് കുറച്ച് ഐഡിയാസ് തരൂ എന്നാണ് പറയണം. അപ്പൊ അത് പോസ്റ്റർ തന്നെ പിക്കപ്പ് ചെയ്യുക. അത്രയും പിക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ ഇതിനകത്ത് തന്നെ നമുക്ക് PDF അപ്ലോഡ് ചെയ്ത് തരാമേ. അപ്ലോഡ് കൊടുത്തിട്ട് ബ്രൗസ്. ഞാൻ ഒരു യൂണിറ്റ് കൊടുക്കുന്നു. അത് വെച്ചിട്ട് നമ്മളിപ്പോൾ സ്ഥിരം ഏറ്റവും കൂടുതൽ ചെയ്ത യൂണിറ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് എന്റെ സ്റ്റോറി മനസ്സിൽ കാണണം. അ- അത് ആ യൂണിറ്റ് അവിടെ കൊടുത്തു, സേവ് ചെയ്തു. ഇത് 7-ൽ വേണം നോക്കാനേ. ഞാൻ 8-ൽ തരാം. 8-ൽ തരാം. എടുത്തു. സേവ് കൊടുത്തിട്ട് B1 ഡേ എഡിറ്റ് താഴെ ആദ്യത്തെ യൂണിറ്റ് പോസ്റ്റ് വരുന്നത് കിടപ്പുണ്ട്. അപ്ലോഡ് കൊടുക്കും. ബ്രൗസ് കൊടുക്കും. ഓക്കെ, ഇപ്പൊ ക്ലീൻ ആയി. മറ്റു സാധനങ്ങളൊന്നുമില്ല, ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. പോസ്റ്റർ മാത്രം. പോസ്റ്ററിന്റെ ഫോണ്ട് ക്ലിക്ക് ചെയ്യണം. കോൺസെപ്റ്റ് എടുത്ത് കോപ്പി എടുത്തു. നമ്മൾ ChatGPT ഓപ്പൺ ആക്കുന്നു. എല്ലാ എല്ലാ പരിപാടികളും നമ്മൾ AI-ക്ക് കൊടുത്ത് ഐഡിയ തയ്യാറാക്കി തരാൻ പറയുന്നു. ആ തയ്യാറാക്കി തരുന്ന ആ ഐഡിയ വെച്ച് നമ്മൾ വർക്ക് ചെയ്യും. നമ്മൾ അതിന്റെ ഇടയ്ക്കൊന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങളും നമ്മൾ ഇങ്ങനെ പ്രോംപ്റ്റ് വെച്ച് ചെയ്യും. PDF കൊടുത്ത് ആഡ് കൊടുത്തിട്ട്
ഒന്ന് വെയിറ്റ് ചെയ്യണം, അത് മൊത്തത്തിലൊന്ന് അപ്ലോഡായി വന്നാലേ എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആയിക്കഴിഞ്ഞു. ഇനി അതിനെ കൊടുക്കാം. നിങ്ങൾക്ക് 10 ഐഡിയാസ് വേണം, അതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ആ പാഠം എടുക്കുക. പാഠം എടുത്തിട്ട് ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് സാധ്യമായ എല്ലാ ഐഡിയാസും പറയാം. ബിയോണ്ട് ഫിയർ എന്ന് പറയുന്ന ആണ് ആദ്യത്തെ ഒരു ഫസ്റ്റ് സാധനം. ടെക്സ്റ്റ് ബുക്ക് കോണ്ടന്റ്, സിംപ്ലിഫൈഡ് റീഡിംഗ് പാസേജ്, ഹാൻഡ്സ് ഓൺ റെയിനി ഡേ, images 2. Images 2 idea, a from children playing before the rain, from 2 young. ഓക്കെ, ഇതാണ് സംഭവം. മദർ ലേയിങ് ഇൻ ദ ഫ്ലോർ എന്ന് പറയും മൂന്നാമത്തെ. ഇതെല്ലാം കംഫർട്ടിങ് ഐസ് കംഫർട്ടിങ്. ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു 5-10 സീൻ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ എടുത്താൽ മതി. ഞാൻ രണ്ടാമത്തെ എടുക്കുകയാണ്, ചിൽഡ്രൻ പ്ലേയിങ് ബിഫോർ ദ റെയിൻ എന്ന് പറയുന്നത്. ഈ പ്രോംപ്റ്റ് കോപ്പി എടുത്തു. ഇനി ഈ പ്രോംപ്റ്റ് നമുക്ക് മറ്റേ പിക്സാർ സ്റ്റൈൽ, 3D പിക്സാർ സ്റ്റൈൽ തന്നെയാണ്. കോപ്പി എടുത്തു. ഇവിടെ തന്നെ വെളിയിൽ പോകണില്ല, ഇതിനകത്ത് തന്നെ ക്രിയേറ്റ് ഇമേജ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തെ പേസ്റ്റ് ചെയ്യും, ജനറേറ്റ് ചെയ്ത് വരാൻ പറയാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടാസ്ക് ആയിട്ടുള്ള ആ പാഠഭാഗത്തിന്റെ പാഠഭാഗത്തിന്റെ ഇമേജുകൾ, പോസ്റ്ററുകൾ തയ്യാറാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. എങ്ങനെ വരും എന്ന് നോക്കട്ടെ. ഇത് പ്രൊജക്ടറിലും മറ്റുമൊക്കെ നമുക്ക് ഇത് ഇട്ടിട്ട് ക്ലാസ് എടുക്കാം, ക്ലാസ് കൈകാര്യം ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ സീൻ ആ പർട്ടിക്കുലർ ഓരോ ലെസണിന്റെ ഒരു ഇമേജ് നമുക്ക് അത് കാണിക്കുമ്പോൾ കുട്ടിയുടെ ശ്രദ്ധ അതിലോട്ട് പോകും. അങ്ങനെ ഒരു സംവിധാനമാണ്. ഇത് ഇമേജ് ഐ ഡി നമ്മൾ ആരെ കൊണ്ട് തയ്യാറാക്കിച്ചത് ഫുള്ള്. ആ പ്രോംപ്റ്റ് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആക്ട് ആസ് എക്സ്പേർട്ട് പ്രൈമറി സ്കൂൾ കരിക്കുലം ഡെവലപ്പർ ആൻഡ് AI ഇമേജ് പ്രോംപ്റ്റ് എഞ്ചിനീയർ. നിങ്ങളടുത്ത് അതായത് ഈ AI എടുത്ത് ആക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുക, നിങ്ങളൊരു ആക്ട് ചെയ്യും. എക്സ്പേർട്ട് പ്രൈമറി സ്കൂൾ കരിക്കുലം ഡെവലപ്പർ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറയാം. ഇങ്ങനെ എന്നാ ചെയ്യണമെന്നില്ല, എക്സ്പേർട്ട് ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഐ ആം ഡിസൈനിങ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ഫോർ യൂണിറ്റ് വിത്ത് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. ഇതിനകത്ത് യൂണിറ്റ് സമ്മറി ഇതിനകത്ത് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക് പാരഗ്രാഫ് സ്റ്റോറി ഹിയർ തെറ്റില്ലാണ്. ഓക്കെ 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 ഓക്കെ. Based on this, please provide a complete ready-to-use resource package that includes textbook content, short, engaging, and 10 image idea തരാൻ പറഞ്ഞു. 10 ഐഡിയ തരാൻ പറഞ്ഞു. 10 ഐഡിയ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് ഈ 10 ഐഡിയ. ഇതിൽ ഒരെണ്ണം നമ്മൾ ജനറേറ്റ് ചെയ്ത് കണ്ടു, റിസൾട്ട് കണ്ടു. ഓക്കെ. For each of the 10 ideas, write detailed high-quality AI text image prompts suitable for tools like Midjourney, Canva, and use the following. ഈ മിഡ്ജേണി എന്ന് പറയുന്നത് നമ്മുടെ ChatGPT പോലെ ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന വേറൊരു സാധനമാണ്. അതിനകത്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് ഇമേജ് പ്രോംപ്റ്റ് ആണ് തയ്യാറാക്കി തരാൻ പറഞ്ഞത്. അങ്ങനത്തെ ഒരെണ്ണം തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഒരു ഇമേജ് മാത്രമാണ് നമ്മൾ നോക്കി, എല്ലാം ഒന്നും നമുക്ക് ആവശ്യം വരത്തില്ല. 1-2 ഇമേജ് ചെയ്യുക. ഏതാണ് നമ്മുടെ ആദ്യത്തെ ടീച്ചിങ് മാനുവൽ കഴിഞ്ഞിട്ട് നമ്മൾ ഒരെണ്ണം തയ്യാറാക്കുന്നൊക്കെയല്ലോ, പോസ്റ്റർ, യൂണിറ്റ് പോസ്റ്ററിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. ഡിൽന റിട്രീവിംഗ് ബ്രേവറി അവാർഡ്, ഒരു ബ്രേവറി അവാർഡ് അവർ വാങ്ങുന്നു, ഡിൽന വാങ്ങിക്കും. അപ്പൊ അതിന്റെ ഒന്ന് കൊടുക്കുകയാണ് പേസ്റ്റ്. സാധാരണ ഗതിയിൽ നമ്മൾ ന്യൂ ചാറ്റ് എടുത്താണ് പോകുന്നത്. ഇത്തവണ എല്ലാം ഒന്നിനകത്ത് തന്നെ കൊടുക്കാനും മറ്റൊരു കാരണമുണ്ട്. എന്താണ് കാരണം? നമ്മളെ ടെക്സ്റ്റ് ബുക്കൊക്കെ ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കീഴിലായാണ്, ഈ ചാറ്റിന് കീഴിലായത് കൊണ്ട് തന്നെ ഇതിന് ഓർമ്മയുണ്ടാവും, ഇങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മെമ്മറി കിടപ്പുണ്ട്. ന്യൂ ചാറ്റ് എടുക്കുമ്പോൾ ഇതൊന്നും കിട്ടത്തില്ല. അപ്പൊ ഇതിന്റെ എല്ലാ കണ്ടന്റുകളും ഇതിനകത്ത് തന്നെ കൊടുത്ത് പോവുകയാണ്. ഇതിന് റിസീവിങ് അവാർഡ് കിട്ടുന്ന മറ്റൊരു ഇമേജാണ് ജനറേറ്റ് ചെയ്യിക്കുന്നത്.
ഈ പേജ് ടെക്സ്റ്റ് പാരഗ്രാഫ് തിയറം എന്ന് പറഞ്ഞ് ഇതും നമുക്ക് ആദ്യം തയ്യാറാക്കാം. ഒരു ടെക്സ്റ്റ് പാരഗ്രാഫ് തയ്യാറാക്കി തരും. നമ്മൾ ഏത് കൊടുത്ത പോലെ സമ്മറി തയ്യാറാക്കിയില്ലേ കഴിഞ്ഞ ദിവസം, 5-ാമത്തെ ക്ലാസ്സിലും 4-ാമത്തെ ക്ലാസ്സിലും. ഇതോ ആ കുട്ടി അവാർഡ് വാങ്ങിക്കുന്ന ആ ഇമേജ് നമുക്കിങ്ങനെ ജനറേറ്റ് ചെയ്യാം. ഇതൊരു കോമൺ പ്രോംപ്റ്റ് ആണ്. ഈ 10 ജനറേറ്റ് ചെയ്തെന്ന സാധനം കോമൺ പ്രോംപ്റ്റ് ആണ്. ഇത് നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാം. ഏത് ക്ലാസ്സിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ പ്രോംപ്റ്റുകൾ വരുന്നത്. നിങ്ങൾ മലയാളമോ ഇംഗ്ലീഷോ മാത്സ് ഏത് സബ്ജക്റ്റ് എടുത്താലും അവിടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോസ്റ്റർ ഉപയോഗിക്കും. ക്ലാസ് പുസ്തകത്തിൽ വന്നു. എത്ര പേരായി? 7 പേരാ. ആ, ഓക്കെ. ഇപ്പൊ റെക്കോർഡിംഗ് കാണുന്നവർ ഒന്ന് ശ്രദ്ധിക്കും. നിങ്ങളുടെ ഒരു എനർജി ആവശ്യമുണ്ട്. നിങ്ങളിപ്പോ ഒരു അവസാന നിമിഷം ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പോയി. ഏ ഇല്ല, ഈ പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടും വന്ന് കോഴ്സ് ജോയിൻ ചെയ്യേണ്ടി വരും. കാരണം അതിന്റെ എക്സ്പേർട്ട് ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ ബാച്ചുകളും. ഇപ്പൊ ആദ്യം തുടങ്ങിയ ബാച്ച് താഴോട്ട് പോകുന്നത് ശരിയല്ല. നമ്മൾ അവരെ കൂടെ വരേണ്ടതാണ്. ഓക്കെ. എനിക്കറിയാം പലതരം തിരക്കുകളൊക്കെ വന്നിട്ടായിരിക്കും. ഒന്ന് റെഡിയാവുക, ഒന്ന് കൂടെ വരിക. ഇന്നത്തെ വർക്ക് ചെയ്ത് തന്നെ ഇടുക. വർക്കുകൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു ആവശ്യം വരും. ഓക്കെ. അപ്പൊ ഇമേജ് നമുക്ക് കിട്ടി. ഇനി ആ സീരീസിലെ ഒരെണ്ണം കൂടെ ഒന്ന് ജനറേറ്റ് ചെയ്ത് നമുക്ക് വരക്കാം. ഒരു ലാസ്റ്റ് ഇമേജ്. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അനുഭവം ഒന്ന് പറയണേ. ഈ ഏതില് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കിയതിന്റെ അനുഭവം ഒന്ന് ഷെയർ ചെയ്യണേ. മദർ വേക്കപ്പ് സേഫ്റ്റി. ഇത് ഇത്രയും വരെയാണ്. ഒരു ഹൈ ടോക്കൺ ഒക്കെ ആണ്. ചാറ്റ് ജി പി ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത്രയും ടെക്സ്റ്റ് വരുന്നതാണ്. അത് കൊടുത്ത് PDF കൂടെ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയതാണ് ഈ 10 പ്രോംപ്റ്റ്സ്. അല്ലെങ്കിൽ ഒന്ന് പറയോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇതിന്റെ ക്ലോഡിന്റെ എക്സ്പീരിയൻസ്? നാരോൺ ടീച്ചർ, ജോഷ് ടീച്ചർ, സജ്ജ ടീച്ചർ, വർണ്ണ ടീച്ചർ, ആരെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ?
എസ് ആർ കേൾക്കാം. ആ ആ ആ. ക്ലൗഡിൽ ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷെ ചാറ്റ് ജി പി ടി ആണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. മറ്റേത് കുറേ ലാഗ് അടിക്കുന്നുണ്ട്, ഓ ഓ. ലാഗായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതെന്തായാലും സമഗ്രയിൽ സാർ ഇതേപോലെ അല്ലല്ലോ നമ്മൾ ചെയ്യാറ്. സമഗ്രയിലെ പോലെയല്ലേ നമുക്ക് വേണ്ടത് ലെസണില്. അതെ 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 അതെ. സമഗ്രയുടെ ആ വാല്യൂസ് ആൻഡ് ഡിസ്റ്റാൻസ്. മോഡലിൽ നമുക്ക് ചെയ്യണം. ആ, ഒരു ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അത് പ്ലാൻ ഓക്കെ. ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ കമ്പൈൻ ആ ചെയ്തിട്ട് ഒരു ക്ലാസ് വയ്ക്കും. ആ ഓക്കെ. താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത ഈ നോട്ട് ലിസ്റ്റ് കൂടെ ഇതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ റേറ്റിംഗ്. കുറച്ച് ഇതുപോലെ നമ്മൾ ഇപ്പൊ ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നത് പോലെ ഈ യൂണിറ്റിന്റെ കുറച്ച് പ്രസന്റേഷൻ നമ്മൾ, ഇത് ഒരു പുതിയ ടൂളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഗാമ എ എന്ന് പറയുന്ന ഒരു പുതിയ ടൂളായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത്. ഗാമയ്ക്കകത്ത് നമ്മൾ ഈ പ്രോംപ്റ്റ് കൊണ്ടുപോയി അതിനകത്ത് ജനറേറ്റ് ചെയ്യിപ്പിക്കുക. ഗൂഗിൾ എടുക്കുന്നു ഗാമ എ ഐ. ഈ ഗാമ എന്ന് പറയുന്ന ഒരു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അതിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മൾ പവർ പോയിന്റ് പ്രസന്റേഷൻ പ്രൊജക്ടറിലൊക്കെ കാണിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. എ ഐ ഡിഫോൾട്ട് സൈസ് ആദ്യം കൊടുത്തു. സ്റ്റെപ്പ് ചെയ്ത്
പെർസെൻറ്റേജിനകത്ത് ഇവിടെയാണ് പോകുന്നത്. ഫോണിന് കോപ്പി ചെയ്യണം. ആദ്യത്തെ ആദ്യത്തെ പ്രോംപ്റ്റ് ഞാൻ കോപ്പി എടുത്ത് ഇവിടെ കൊണ്ട് കൊടുക്കുകയാണ്. ഇത് കൊടുത്തിട്ട് പോ- അതും വളരെ എളുപ്പമായിട്ട് നമുക്ക് നമ്മൾ കൊടുക്കുന്ന തീം അനുസരിച്ച് നമുക്ക് അത്യാവശ്യമുള്ള സ്ലൈഡ്സ് തയ്യാറാക്കി തരുന്ന ഒരു സാധനം. നമുക്ക് ഇവിടെ നിന്ന് ഡിസൈൻസ് ഏത് വേണം എന്നുള്ളത് മാത്രം കൊടുക്കാം. ഏത് തരത്തിലുള്ള സ്ലൈഡ്സ് ആണ് വേണ്ടത്. മിനിമൽ മിനിമൽ ആയിട്ടുള്ളത്, ഡീറ്റെയിൽ ആയിട്ടുള്ളത്, എക്സ്റ്റെൻസീവ് ആയിട്ട് ചെയ്യണം. മിനിമൽ കൊടുത്ത് 10 കാർഡുകളുള്ള ഒരു 10 കാർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കും. പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ പണ്ട് പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഈ താഴത്തെ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ടോൺ, റീഅഷറിങ്, സിമ്പിൾ, ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ഡിസൈൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലിസ്ട്രേഷൻ ഇലിസ്ട്രേഷൻ സ്റ്റൈൽ വെച്ച് നമുക്കൊന്ന് ഓഫാക്കി കൊടുക്കാം. 80 ക്രെഡിറ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ജനറേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ ഈ ഇതിനകത്ത് റൈറ്റ് ഫോർ എന്നുള്ള ഈ കാണുന്ന സാധനത്തിനകത്ത് കൊടുത്തത് ജനറേറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇത് നമ്മുടെ സെയിം നോട്ട്ബുക്ക് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള അതുപോലെ മറ്റൊരു വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇമേജുകൾ ഇതും കുഴപ്പമില്ല. ഇതിലും വേളിന് വരെ ബോയിയായി. നമ്മൾ കണ്ടിട്ടുണ്ടാവും പല ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ പ്രൊജക്ടറിൽ ഒക്കെ ചെയ്യുന്ന അല്ലെ, അതിനകത്തിന്റെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ അങ്ങനെ സംവിധാനമാണ് നമ്മൾ ഈ കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനത്തെ ഈ ഗാമ AI ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കൊണ്ട് ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബാക്ക് ടു ഫോം. ഇതിനകത്ത് അത് ഒരു നമ്മൾ കൊടുക്കാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓൺലൈനിൽ അതെ ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റ് സിംപ്ലിഫൈഡ് റീഡിംഗ് ഫാസ്റ്റ് ഡേറ്റ് ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കരേജ് കൺക്ലൂഷൻ. ഇതിനകത്ത് ആവശ്യമുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി വീണ്ടും വീണ്ടും നമുക്ക് ജനറേറ്റ് ചെയ്ത് ഇതിനകത്ത് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി വീണ്ടും വീണ്ടും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും.
ഫ്രീ ഫോം ഉണ്ട്, കാർഡ് ബൈ കാർഡ്. ഓരോ കാർഡ് ബൈ കാർഡായിട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു. ഇപ്പോൾ 80 ക്രെഡിറ്റ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ 40 അതിൽ ഉപയോഗിച്ചു. ഇനി ഒരെണ്ണം കൂടെ ചെയ്യാനുള്ള ഒരു ഉണ്ട്. ആവശ്യമുള്ള മാറ്റങ്ങൾ ഇവിടെ നമ്മൾ കൊടുക്കും. So ഇത് വായിച്ചു നോക്കുകയാണെങ്കിൽ one rainy day Dylan and her brother Isaac was playing at home. Suddenly they saw their mother laying on the floor. Isaac became scared and started crying. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഐസക്കിനെ ആ ഇമേജിൽ കാണിച്ചത്. ഇങ്ങനെ വായിച്ച് നോക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ കറക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിൽ പോയി കേളുവാണ് കിടക്കുന്നത്. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത് ഇവിടെയുമാണ് ഉള്ളത്. ഇലിസ്ട്രേഷൻ മോഡൽ, ഫോട്ടോ മോഡൽ കൊടുത്തിരിക്കുന്നത് ഈ വന്ന ഔട്ട്പുട്ട് ഫോട്ടോ മോഡലിൽ നമുക്ക് കിട്ടും. ഇതിപ്പോ ഇലിസ്ട്രേഷൻ മോഡലിലേക്ക് കൂടുതൽ സാമ്പിൾസ്. ഈ ഇതിൽ കാണുന്ന ഏത് ഏത് രീതിയിലുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് വേണം അത് കൊടുക്കും. ഒരു കാർഡ് നമ്മൾ ആഡ് ചെയ്യും. ക്രെഡിറ്റ് കൂടുതലാവും അറിയത്തില്ല. ശരി, ഇത് മതി. കൂടുതൽ കാണിക്കും 40 തന്നെയാണ്. ഇത് ജനറേറ്റ് ചെയ്തതാണ്. നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് PDF ഫോർമാറ്റിൽ നമുക്ക് കിട്ടും. ആ കിട്ടുന്ന സാധനത്തിന് നമുക്ക് ക്യാൻവയിൽ കൊണ്ടുപോയി അതിന്റെ ആവശ്യമുള്ള മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. പിക്ചറുകൾ മാറിപ്പോയൊക്കെ നമുക്ക് ക്യാൻവയിൽ കൊണ്ടുവന്ന് എഡിറ്റിംഗ് നടത്തി ഫൈനൽ ഔട്ട്ലോട്ട് കൊണ്ടുവരാം. പലതരം രീതിയിലാണ് പാഠപുസ്തകങ്ങളിലോട്ട് നമുക്ക് കയറാൻ പറ്റുന്നത്. വീഡിയോ തന്നെ കാണിക്കണമെന്നില്ല, ചിത്രങ്ങളെ തന്നെ നമുക്ക് ഈ റൈറ്റപ്പ് കിട്ടി, റൈറ്റപ്പിനെ നമ്മൾ ഈ പറഞ്ഞ പ്രസന്റേഷൻ ആക്കി കാണിച്ചും കുട്ടിയുടെ ശ്രദ്ധ ആകർഷിക്കാം. ഗാമ ആപ്പാണ് ക്ലാസ് റൂമിനെ സേവ് ചെയ്ത്.
എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ അതിനകത്ത് കാണും. ഈ 3 ഡോട്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് എന്ന് കൊടുത്താൽ നമ്മൾ ചെയ്ത ഫയലിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് എക്സ്പോർട്ട് ആസ് PDF എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ഇൻപുട്ട് പ്രശ്നമുണ്ട്. ഇതാണ് ഔട്ട്പുട്ട്. ഈ കിട്ടുന്നതാണ് ഔട്ട്പുട്ട്. ഇനി നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ടോപ്പിക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏത് സയൻസ്, ഏത് വിഷയമായാലും സയൻസ് ആയിരുന്നാലും ഏത് വിഷയത്തെ കുറിച്ച് ആയിരുന്നാലും നമ്മൾ ഈ ഫസ്റ്റ് ഏരിയ ഉണ്ടല്ലോ, പിന്നെ ഹോം പേജ് എടുക്കാം. പേജ് ന്യൂ കൊടുത്ത് നമ്മൾ ആദ്യം കൊടുക്കുന്ന ജനറേറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും എന്താണ് ഇത് വേണ്ടത്, അത് കൊടുക്കാം. യൂട്യൂബിൽ വീഡിയോ ബേസ് കൊടുത്താൽ അത് ആ വീഡിയോ ലിങ്ക് ഓപ്പൺ ആക്കി അതിനകത്ത് ചെയ്ത് തരും. അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണെങ്കിലും അങ്ങനെയാണെങ്കിൽ അത് ചെയ്തു തരും. നമ്മൾ ഡയറക്റ്റ് എടുക്കുന്ന ഫോൺ എന്താണ് പ്രോംപ്റ്റ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ. ഇനി ഈ തയ്യാറാക്കി വെച്ചതിന് ഇനി ഈ തയ്യാറാക്കി വെച്ചതിനെ നമ്മൾ ക്യാൻവയിലോട്ടൊന്ന് കൊണ്ടുപോകണേ. എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ചത്. യു ആർ ഔട്ട് ഓഫ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. ഓക്കെ, അപ്പൊ ക്യാൻവ എടുക്കുക. നമ്മൾ ഡൗൺലോഡിൽ നേരത്തെ ചെയ്ത് വെച്ച ഒരു PDF പോയിട്ടുണ്ട്, അതിനെ നമ്മൾ ഓപ്പൺ ആക്കും. പ്രസന്റേഷൻ ഇതിനകത്ത് ഉള്ള പ്രസന്റേഷൻ ആണ് ഈ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഡൗൺലോഡ്, ഡൗൺലോഡ്സ് PDF. പ്രിന്റബിൾസ് കൊടുത്തിട്ട് ഒരു A4 സൈസ് കൊടുക്കും. A4 കൊടുത്ത് അതിനെ കൊണ്ടുവരികയാണെ. ഗാമയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ PDF ആണ്.
ഫോണിൽ എളുപ്പമുണ്ട്, നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ക്യാൻവ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. ഇതിൽ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. ആ അപ്ലോഡ് കൊടുത്തപ്പോൾ ഈ ഫസ്റ്റ് ഫയൽ വന്നു, ഇത് തന്നെയാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത ഏതൊക്കെ വേണം എന്നുള്ളത് കൊടുക്കും. പോസ്റ്റ് പേജ് നല്ല രസമായിട്ട് ഇതിനകത്ത് കിട്ടി. കണ്ടോ, ഓരോന്നും നോക്കി ഇവിടെ വന്ന് എഡിറ്റ് ചെയ്ത് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇമേജ് വേണ്ടെങ്കിൽ ഇമേജ് കളഞ്ഞിട്ട് പുതിയ ഇമേജ് അവിടെ ആഡ് ചെയ്ത് വയ്ക്കാം. തൽക്കാലം നമ്മൾ ഇത് ഈ ഇമേജ് എങ്ങനെ ജനറേറ്റ് ചെയ്യും, ഈ ചാറ്റ് GPT പോലുള്ള സോഫ്റ്റ്വെയറിൽ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാം. എലമെന്റ്സ് ആണേ, എലമെന്റ്സിൽ ക്ലിക്ക് ചെയ്യുന്ന തൽക്കാലം ഒരു ഗേളിനെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചു. ഗേൾ ഇതിനെ ക്ലിക്ക് ചെയ്ത് അവിടെ കൊണ്ട് ക്ലിക്ക് ആയിക്കോളും. അതുപോലെ കണ്ടന്റുകളിൽ ആവശ്യമുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി അതിൻ്റെ ഒരു PowerPoint പ്രസന്റേഷനാക്കി 2 പേജായി. അപ്പൊ ആദ്യം എന്താ ചെയ്യുന്ന, ഗാമിൽ പോയി നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ ജനറേറ്റ് ചെയ്തെടുക്കുക. അതിനെ PDF ആയിട്ട് ഔട്ട്പുട്ട് PDF ആയിട്ട് എടുക്കുക. അതിനുശേഷം അതിനെ ഡൗൺലോഡ് ചെയ്യുമല്ലോ, ഡൗൺലോഡ് ചെയ്ത് കിട്ടിയതിനെ ഈ ഇതിനകത്ത് കൊണ്ടുവന്ന് ഒരു പ്ലെയിൻ പേജ് എടുക്കുക. A4 സൈസോ ഇതിൻ്റെ ആവശ്യമുള്ള സൈസ് എടുത്തിട്ട് ആ പേജിനകത്ത് ഇതിനെ ഈ അപ്ലോഡ് ഓപ്ഷൻ കൊടുത്ത് കൊണ്ടുവന്ന് ഷീറ്റിലോട്ട് ആഡ് ചെയ്താണ്. ഡോക്യുമെന്റ് പോസ്റ്റ് ഇത് എടുത്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ കൊണ്ടുവരും. അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ഫയൽസ് ഡൗൺലോഡ് ഹാൻഡ്സ്. ഇത് ഈ ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലാണ് കിടക്കുന്നത് കേട്ടോ. ഇമെയിൽ ഇല്ല, വീഡിയോ ഇല്ല, ഓഡിയോ ഇല്ല, ഡിസൈൻ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ചെയ്താണ് അപ്ലൈ ബോട്ട് ഇമേജസ് കൊടുത്ത് കഴിഞ്ഞാൽ ടിക്കും കൂടെ കൊടുക്കാം. അപ്ലൈ ബോട്ട് ഇമേജസ് കൊടുത്ത് കഴിഞ്ഞാൽ അതിവിടെ വന്നു കഴിയും. ഇത്രയാണ് ചെയ്തത്. ക്യാൻവയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്, ഗാമയും ക്യാൻവയും. ഇന്നത്തെ ദിവസം നമ്മൾ ശരിക്കും പറഞ്ഞ ഇമേജുമായിട്ട് ബന്ധപ്പെട്ട 2 പരിപാടികളാണ് ചെയ്തത്. ആദ്യം ഈ പ്രോംപ്റ്റ് ഉപയോഗിച്ച് ഇതിനൊരു 10 ഇമേജ് ആയിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്ത് അതിൽ ആവശ്യമുള്ള എല്ലാം വേണ്ടി വരില്ല, 1-2 ഇമേജുകളാണ് ആവശ്യമുള്ളത്. അത് കൊടുത്ത് നമ്മൾ ഇതിനകത്ത് സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഇമേജുകൾ ജനറേറ്റ് ചെയ്തു. ഇനി ഇതിന്റെ ഒരു പ്രസന്റേഷൻ, നമ്മൾ പ്രൊജക്ടറിന്റെ സഹായത്താനൊക്കെ പ്രസന്റേഷൻ തയ്യാറാക്കുമ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗാമ എന്ന് പറയുന്ന ഒരു AI ടൂൾ. ഗാമ ഇതിനകത്ത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഗാമയുടെ ഇന്റർഫേസ് വരുന്നത് ഇങ്ങനെയായിരിക്കും. അതിനകത്ത് ജനറേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, പേസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി കോപ്പി ചെയ്ത നേരത്തെ പോലത്തെ ടെക്സ്റ്റുകൾ നമുക്ക് പേസ്റ്റ് കൊടുത്ത് ഇതിനകത്ത് കൊണ്ടുവരാം. ഇതിനകത്ത് പേസ്റ്റ് കൊടുത്ത് ഇതിനകത്ത് ചെയ്യാം. ഇവിടെ പ്രോംപ്റ്റ്, ഇതിന് വേണ്ടുന്ന പ്രോംപ്റ്റ് ഏതായിരുന്നു,
കോപ്പി. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ജനറേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, ക്രെഡിറ്റ് ഇല്ല. അപ്പോൾ അതനുസരിച്ച് ഓരോ ദിവസവും ഇത് ആയിക്കൊണ്ടിരിക്കും, 80 കയറി കൊടുത്തി. അപ്പോൾ അതിന് ജനറേറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതിനെ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ബട്ടൺ കൊടുത്ത് PDF ആയിട്ട് ജനറേറ്റ് ചെയ്ത് നമ്മുടെ ഡൗൺലോഡ് പോർട്ടൽ വരും. അതിന് നേരത്തെ പറഞ്ഞ പോലെ ക്യാൻവയിൽ കൊണ്ടുവന്ന് A4 സൈസിൽ എടുത്ത് അതിനകത്ത് ഇതിനെ അപ്ലോഡ്സ് കൊടുത്ത് അതിനെ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിനകത്ത് ആവശ്യമുള്ള മാറ്റങ്ങൾ ഇതിനകത്ത് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് പ്രസന്റേഷൻസ് തയ്യാറാണ്. ക്ലിയർ ആണോ ടീച്ചേഴ്സ്? സംശയങ്ങളെല്ലാം ഉണ്ടോ? ആറുപേരെ 12 ആറായി. ടീച്ചേഴ്സ് ആരെങ്കിലും? വർണ്ണ ടീച്ചർ, സജിത ടീച്ചർ, ഹലോ. ആ സാർ, ഓ ഓ ഓ എന്താണ് ഇന്നത്തെ ഒന്ന് പറയൂ. ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ ഉള്ളു ഇപ്പോ അറിയാം അതെ അതെ, എങ്ങനെയാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ ചെയ്ത് നോക്കണം. കാണുമ്പോഴൊക്കെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്, ഓ, ചെയ്ത് ചെയ്ത് നോക്കും. നോക്കുമ്പോഴുള്ള എങ്ങനെയാണ്. അതെ 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 അതെ. അപ്പൊ നോക്കൂ നോക്കൂ നോക്കൂ, വീട്ടില് ബഹളമാണോ? മനസ്സിലായി. ഓക്കെ ശരി. അപ്പോ ഒന്ന് ചെയ്ത് നോക്ക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഇതിന്റെ വീഡിയോ ഞാൻ ഇത് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഇടാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നടക്കട്ടെ. ഗുഡ് നൈറ്റ്. ഓക്കെ,